കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു അടിപൊളി മുട്ടക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാൽ ഇതേപോലെ നല്ല സ്പൈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കുറഞ്ഞ ഗ്രേവിയിൽ നമ്മൾ മസാലയൊക്കെ ചേർത്ത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് അപ്പം, ചപ്പാത്തി, ചോറ്, പത്തിരി എല്ലാത്തിൻ്റെ കൂടെയും നമുക്ക് ചേർത്ത് കഴിക്കാം. ഒരു പ്രത്യേക രുചിയാണ്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടിട്ട് അഭിപ്രായം പറയൂ. കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊന്നിട്ട് പൊട്ടിച്ച് കൊടുക്കണം. പിന്നെ നമുക്കതിലേക്ക് ഒരു കഷ്ണം പട്ട, ചെറിയൊരു കഷ്ണം മതി, 1-2 ഗ്രാമ്പൂ, പിന്നെ ഏലക്ക വേണമെങ്കിൽ ഒരെണ്ണം കൂടി ഇട്ടിട്ട് ഒരു ബേ ലീഫും ഒരു നുള്ള് വലിയ ജീരകം കൂടി ഇട്ട് കൊടുക്കണം. പെരുംജീരകമാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ഇതും കൂടി ഇട്ടൊന്ന് ചൂടാവട്ടെ. സിമ്മിലിട്ടിട്ട് ഒന്ന് മൂത്ത് വന്നാൽ മതി. അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 1-2 വെളുത്തുള്ളിയും ഒന്ന് കട്ട് ചെയ്തിട്ടാം. നൈസായിട്ട് വേണ്ട, അല്പം വലുതായിട്ടിരുന്നോട്ടെ. വെളിച്ചെണ്ണയിലൊന്ന് അത് ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നമുക്കൊരു സവാള നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് വെക്കണം കേട്ടോ. വളരെ പൊടിയായിട്ട് അരിഞ്ഞാലാണ് ഈ കറിയുടെ ഗ്രേവിയിലേക്ക് ഇത് വഴന്ന് ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ. വലുതായിട്ടൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത്ര രുചി കിട്ടില്ല കേട്ടോ. ഇതേപോലെ നൈസായിട്ട് തന്നെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ വെളിച്ചെണ്ണയിലിട്ടിട്ട് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലതായിട്ടൊന്ന് വഴന്ന് വെന്ത് വരണം. അപ്പോഴാണ് മസാലയൊക്കെ പിടിച്ച് പൊടികളൊക്കെ പിടിച്ച് നല്ല കുറുകി നല്ല ഗ്രേവി ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. ബ്രൗൺ കളറായിട്ട് വന്നു, നല്ലപോലെ വന്നിട്ടുണ്ട്. കൂട്ടുകാരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാനും കൂടി മറക്കല്ലേ കേട്ടോ. നല്ലപോലെ വഴന്നു വന്നു. അതിലേക്ക് കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു. എരിവിനനുസരിച്ച് പച്ചമുളക് ഇട്ടാൽ മതി കേട്ടോ. നമ്മൾ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്, അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്താൽ മതി. ഞാനിവിടെ എരിവ് കുറഞ്ഞതുകൊണ്ട് കുറച്ച് നീളത്തിൽ തന്നെയാണ് കട്ട് ചെയ്തത്. കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ മുളക് എടുത്ത് മാറ്റാനും കൂടി എളുപ്പമായിരിക്കും. ഇനി നമുക്ക് നല്ല പൊടിയായിട്ടരിഞ്ഞ പഴുത്ത തക്കാളി 1-2 എണ്ണം, വലുതാണെങ്കിൽ 1.5 എടുത്താൽ മതിയാവും കേട്ടോ. അവരവരെ അളവിനനുസരിച്ച് എടുക്കാം. നമുക്ക് കൂടുതൽ ആളുകൾക്ക് കഴിക്കണമെങ്കിൽ അതിനനുസരിച്ച് ഈ തക്കാളി ഉള്ളി എല്ലാം കൂടുതലായിട്ട് എടുക്കണം. വീണ്ടും നമുക്ക് ഈ നൈസായിട്ട് അരിഞ്ഞ തക്കാളിയും കൂടി വഴറ്റിയെടുക്കാം. നമുക്കിത് അരിഞ്ഞ് പേസ്റ്റ് ആക്കിയിട്ടൊക്കെ ഒഴിക്കാം കേട്ടോ. ഞാനിവിടെ ഇതേപോലെയാണ് ചെയ്തത്. ഇത് തന്നെ നന്നായിട്ട് തിളച്ച് വെന്ത് കുറുകി വരും. എണ്ണയിൽ വഴറ്റുന്നത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക സ്വാദം കൂടി കിട്ടും. നന്നായിട്ട് വഴന്നു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. കുറച്ച് മസാലപ്പൊടികൾ ചേർത്താൽ മതി. കൂടുതലങ്ങ് കുത്തു വരാത്ത രീതിയിൽ നോക്കിയിട്ട് വേണം ചേർക്കാൻ കേട്ടോ. മല്ലിപ്പൊടിയും ഒരല്പം ഗരം മസാലയും കുറച്ച് ചിക്കൻ മസാലയും എരിവിനാവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടവരൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. പൊടികളൊക്കെ ചേർത്തതിന് ശേഷം നമുക്കത് വീണ്ടും ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് കേട്ടോ നല്ല രുചി കിട്ടുന്നത്. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറേ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത്രയൊക്കെ നമ്മൾ മസാലയുടെ കുറച്ച് മേളിൽ പൊങ്ങി നിൽക്കുന്നവരെ. എന്നാൽ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് കുറുകി ഒന്ന് വരണം. അപ്പോഴാണ് ആ ഫ്ലേവറും ആ ടേസ്റ്റൊക്കെ വരുന്നത്. പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അടച്ചു വെച്ച് നമുക്കിതൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യണം. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് നോക്കിയിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അടി പിടിക്കരുത്, കരിഞ്ഞ ചൊവയൊന്നും വരരുത് കേട്ടോ. ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു, ഒരല്പം കൂടി ചേർത്തു. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വീണ്ടും തിളയ്ക്കാം. ഒരല്പം വറ്റി വന്നു, എന്നാൽ എണ്ണയൊക്കെ നന്നായിട്ടൊന്നും തെളിഞ്ഞു വന്നിട്ടില്ല. ഈ സമയം നമ്മൾ കോഴിമുട്ട കഴുകി പുഴുങ്ങിയെടുത്തത് കട്ട് ചെയ്ത് വേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. ഞാനിവിടെ ഇതേപോലെ തന്നെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. മേളിലൊന്ന് അങ്ങനെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് ക്യാമറയിൽ കാണുന്നില്ല തോന്നുന്നുണ്ടല്ലേ. നേരിയ തോതിലൊന്ന് വരഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മസാലയൊക്കെ ഉള്ളിലേക്ക് ഇറങ്ങി മുട്ടയൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. പിന്നെ മുട്ട ഒന്ന് ആദ്യം അല്പം മഞ്ഞളും മുളക് പൊടിയും ഒന്ന് തിരുമ്പിയിട്ട് എണ്ണയിൽ ഫ്രൈ ആക്കിയിട്ട് ഇടും കേട്ടോ. അപ്പോൾ നല്ല രുചിയാണ് കറിക്ക്. അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഞാനിപ്പം പെട്ടെന്ന് തന്നെ ഇങ്ങനെ ചെയ്തതാണേ. വരഞ്ഞതിലേക്കൊക്കെ നന്നായിട്ട് മുളക് പൊടിയും ഉപ്പും എരിവും എല്ലാം നന്നായി പിടിച്ചിട്ടുണ്ട്.
ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. കുറച്ച് മല്ലിയിലയൊക്കെ നമുക്കിതിലേക്ക് വിതറി കൊടുത്ത് ഇളക്കി കൊടുത്തൊന്ന് കുറുക്കി എടുക്കണം കേട്ടോ. ഇതാ എണ്ണയിൽ ഇങ്ങനെ മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് ഇതേപോലെ കിട്ടും. അടിപൊളി ടേസ്റ്റാണ്. എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. എല്ലാവരുടെ അഭിപ്രായം പറയൂ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം കേട്ടോ.